ഹലോ ഫ്രണ്ട്സ്, ഞാൻ തന്നേക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി. നമുക്കറിയാം കേക്കൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും വീട്ടിൽ ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മൈദയല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം മൈദയൊന്നും നമുക്കത്ര ഹെൽത്തി അല്ല, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്കൊരു പ്രയാസമാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഗോതമ്പ് കൊണ്ടൊന്ന് ട്രൈ ചെയ്തുകൂടാ? ഇപ്പോൾ ഞാൻ വേറെ ബ്ലോഗിലൊക്കെ കണ്ട കേക്ക് റെസിപ്പി വെച്ചിട്ട് ഗോതമ്പിൽ ഞാനൊന്നും ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഒരിടത്തും ചെയ്ത് നോക്കി, സക്സസ് ആയിരുന്നു. പിന്നെ നമ്മുടെ മൈദയുടെ അത്രയും അങ്ങ് സോഫ്റ്റായിട്ട് വരത്തില്ല, കാരണം ഗോതമ്പല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ പിന്നെ സോഡാപ്പൊടി എല്ലാം കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ, കാരണം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്തേക്കിന് നോക്കി ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാര പൊടിക്കൊന്നും വേണ്ട, സാധാ പോലെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്കപ്പോൾ ഈ മുട്ട ഒന്ന് അതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് സിമ്മിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഈ ബൗൾ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് ഓഫാക്കാം. അപ്പോൾ അതുവരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കറിയാൻ പറ്റും തരതരി പോലെ കിടക്കുന്ന പഞ്ചസാരയൊക്കെ ലയിച്ച് ചേരുമേ. അപ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഞാനിവിടെ മെഷറിംഗ് കപ്പായിട്ട് എടുത്തേക്കുന്ന ഈ ഒരു ഗ്ലാസ്. അപ്പം നമ്മൾ എന്തെടുത്താലും പഞ്ചസാരയായാലും മാവായാലും എന്തെടുത്താലും ഈ അളവിൽ തന്നെ എടുക്കുക. അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതായിട്ട് മാത്രമാണ് 1/2 കപ്പ് പഞ്ചസാര എടുത്തത്. നോർമലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫുൾ കപ്പ് പഞ്ചസാര തന്നെ എടുക്കുക. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേ അളവിൽ നമ്മൾ പാല് തിളപ്പിച്ചെടുത്തതിനകത്തോട്ട് കുറച്ച് ബട്ടറും കൂടി ആഡ് ചെയ്ത് ഒന്ന് ചൂടാക്കി എടുക്കുക. അത് 2 സ്പൂൺ ബട്ടർ ഞാൻ കാണിച്ച് മെഷറിംഗ് കപ്പിനകത്ത് എടുത്ത പാലുമായിട്ട് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. പാലിനെ നേരത്തെ തിളപ്പിച്ച് വെച്ചതാണ്, ബട്ടർ കൂടി ഒഴിച്ചൊന്ന് ഞാൻ ചൂടാക്കി എടുക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ നമ്മൾ മെഷർ ചെയ്യാൻ എടുത്ത കപ്പിനകത്ത് നിറച്ചായിട്ട് ചക്കിലാട്ടി നമ്മുടെ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി അരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനേ. ഞാനപ്പോൾ ചെറിയൊരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഇട്ടിട്ട് പതുക്കെ അരിച്ചരിച്ച് മിക്സ് ചെയ്യാൻ പോവുക. അരിച്ചിട്ടുകൊണ്ടിരിക്കുവാണേ. ഗോതമ്പെല്ലാം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂൺ സോഡാപ്പൊടിയും കൂടി ഇടാമേ. ഇനി നമുക്ക് നമ്മൾ ആ ബട്ടറും പാലും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന സൊല്യൂഷനും കൂടെ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ബേക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനി എന്ത് ചെയ്യാം, ഓവനിൽ വെച്ച് വേവിച്ചെടുക്കാം. പക്ഷേ ഇതൊരു പുതിയ ഓവനാണ്. നമ്മുടെ ഓവൻ എന്നറിയാമോ, ഒരു അലൂമിനിയം ചരുവം കേട്ടോ. ഇത് ഇത്തിരി പഴയതാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഒരു അലൂമിനിയം ചരുവവും അതിന് കറക്റ്റായിട്ടുള്ളൊരു അലൂമിനിയത്തിൻ്റെ അടപ്പും വേണം. പിന്നെ നമ്മൾ പാത്രമൊക്കെ ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ട് വാങ്ങി വെക്കുന്ന റിങ് ഉണ്ടല്ലോ, ആ റിങ് മതി. അപ്പോൾ എൻ്റെ ഇപ്പോൾ റിങ് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് ഈ പാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇതും അലൂമിനിയം ആണെങ്കിൽ അത്രയും നല്ലതാണ്. എൻ്റെ ഇപ്പോൾ സ്റ്റീലേ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കുക. കണ്ടോ? അപ്പോൾ അലൂമിനിയം ചരുവ എടുക്കുക, അതിന് നടുക്കിയിട്ട് ഒരു റിങ് പ്ലേസ് ചെയ്യുക. ഈ പാത്രത്തിന് മുകളിലാണ് നമ്മൾ നമ്മുടെ വേവിക്കാനുള്ള ഐറ്റംസ് വെക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഇതിന് പ്രത്യേക പേപ്പർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇവിടെ ഞാൻ ഒരു വെള്ള ഷീറ്റ് A4 സൈസ് പേപ്പറിൽ ബട്ടറോ നെയ്യോ വെളിച്ചെണ്ണയോ എന്ത് വേണേൽ മതി തേച്ചെടുത്തേക്കുക. തേച്ചെടുത്തിട്ട് നമുക്ക് ചെയ്യേണ്ട പാത്രത്തിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന സൊല്യൂഷൻ എടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാൻ ഇത് ഒഴിക്കാൻ പോവാണ്. ഇത് നോക്കി ഞാൻ നമ്മളുടെ കേക്ക് ഉണ്ടാക്കേണ്ടുന്ന സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ, ഞാൻ ഇറക്കി ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് സേഫായിട്ട്. ഇനി നമുക്ക് അലൂമിനിയം അടപ്പ് കൊണ്ട് തന്നെ അടച്ചു വെക്കാം. കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ആക്കണം. ഓക്കെ, ശ്രദ്ധിക്കുക, തീ സിമ്മിലേ ഇടാവൂ. 20 മിനിറ്റ് കറക്റ്റ് നോക്കിക്കോളാം. 20 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പപ്പടം കുത്തുന്ന കമ്പിക്ക് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കിയിട്ട് എടുക്കുമ്പോൾ അറിയാൻ പറ്റും എന്തോ ഇല്ലയോ. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുള്ള ഞാൻ ഓപ്പൺ ആക്കാൻ പോവുകയാണേ. അടിപൊളി, കണ്ടില്ലേ, നമ്മുടെ
ഗോതമ്പ് കേക്ക്, വീറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട്. അപ്പോൾ നട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വെക്കുമ്പോൾ തന്നെ അതിന് മുകളിൽ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടില്ല, തൽക്കാലം ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിനെ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു പാത്രത്തിലോട്ട് മാറ്റി സേഫായിട്ട് അടച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ പ്രത്യേകിച്ച്, കാരണം അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും, ഹെൽത്തിയുമാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്ന കേക്കിനെക്കാട്ടിലും നല്ലതുമായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഇത് കേക്കിനെ സേഫായിട്ട് അടച്ചു വയ്ക്കുക. നല്ല സൂപ്പർ കേക്ക് കേട്ടോ, നല്ല ടേസ്റ്റും ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ബൈ ബൈ.